ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണ്ടറിങ് ജൂ ചെടി വെച്ച് ചെയ്യുന്നതാണ്. വാണ്ടറിങ് ജൂ ചെടി വെച്ച് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പോട്ടാണ്. അതിലോട്ട് നമുക്ക് ഒരു മരത്തിൻ്റെ തടിക്കഷ്ണം ആവശ്യമാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തടിയുള്ള കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ പരന്ന തടിക്കഷ്ണം വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കവർ ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുന്നത് മരത്തടി പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാനാണ്. അധികം ചീത്തയാകാത്ത മരത്തടി വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതിനെ ഈ ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം. ഈ പോട്ടിൽ നമുക്ക് ഇതിനെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളും വാണ്ടറിങ് ജൂ ചെടി വെച്ച് ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. മരത്തടിയെ ഞാൻ പോട്ടിൽ ഉറപ്പിച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സിമൻറ്റ് ചട്ടി പൊട്ടിയതാണ്. ഞാനിവിടെ ഒരു സിമൻറ്റ് ചട്ടിയാണ് എടുത്തത്. അതും 2 ആണിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഈ മരത്തിൽ ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമൻറ്റ് ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ടേബിൾ ഫാനിൻ്റെ ഒക്കെ ഈ 2 പീസ് ഉണ്ടാകുമല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചാക്കോ നെറ്റോ എന്തെങ്കിലും ഇട്ട് സെറ്റാക്കി എടുത്താലും മതിയേ. ഇനി നമുക്ക് വേണ്ടത് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു പാത്രം എടുക്കാം. ഇതൊരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മരം പെട്ടെന്ന് കേടായി പോകാതിരിക്കാനാണ്. നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ മരത്തിലോട്ട് വെള്ളം കൂടുതലായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മരം ചീത്തയാകും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ സിമൻറ്റ് ചട്ടിയെ ഇതിൽ ആണി വെച്ച് ഉറപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ സിമൻറ്റ് ചട്ടിയെ ആണി വെച്ച് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് നിറയ്ക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് അധികം വെയിറ്റ് വരാത്തതാണ് നല്ലത്. അതുകൊണ്ട് കുറച്ചേറെ കാർഡ്ബോർഡ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസ് ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ്. വാണ്ടറിങ് ജൂ ചെടി വെച്ച് പല ഐഡിയകളും നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. വാണ്ടറിങ് ജൂ മരവും ബോളും അങ്ങനെ പല ഐഡിയകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിലോട്ട് ഞാൻ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വാണ്ടറിങ് ജൂ ചെടിയാണ്. വാണ്ടറിങ് ജൂ ചെടി എടുക്കുമ്പോൾ നല്ല നീളമുള്ള കട്ടിങ്സ് വേണം എടുക്കാൻ. നമുക്ക് താഴോട്ട് നീളത്തിൽ വളർത്താൻ വേണ്ടിയാണല്ലോ, അപ്പോൾ നമ്മൾ നീളമുള്ള കട്ടിങ്സ് വേണം എടുക്കാൻ. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല നീളമുള്ള കട്ടിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്ന് വീതം എടുത്ത് ഈ ചട്ടിയുടെ ഉള്ളിലോട്ട് നട്ടു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഐഡിയകളാണ് ഇതൊക്കെ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളോ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം. സിമൻറ്റ് ചട്ടി വേണമെന്നൊന്നുമില്ലേ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് നട്ടു കൊടുക്കാം. ഇത് ഞാൻ പറമ്പിൽ നിന്നും പറിച്ചുകൊണ്ട് വന്ന വാണ്ടറിങ് ജൂ ചെടിയാണ്. പറമ്പിൽ നിന്നിട്ട് പോലും ഈ വാണ്ടറിങ് ജൂ ചെടി അത്യാവശ്യം നല്ല ഗ്രോത്തിൽ തന്നെയാണ് കിളുത്തു വന്നിട്ടുള്ളത്. നല്ല നീളത്തിലുള്ള കമ്പുകളാണ് എനിക്ക് വാണ്ടറിങ് ജൂ ചെടിയുടെ കിട്ടിയത്. നമുക്ക് ഈ ചട്ടിയുടെ നടുഭാഗത്ത് മുഴുവനായിട്ടും സൈഡിൽ നീളത്തിൽ നമുക്ക് ഇതൊന്ന് ആദ്യം നട്ടു കൊടുക്കാം. വാണ്ടറിങ് ജൂ ചെടി എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. ഒരു കാലത്ത് എല്ലാവരുടെ ഗാർഡനിലും സ്റ്റാറായി നിന്ന ഒരു ചെടിയായിരുന്നേ വാണ്ടറിങ് ജൂ ചെടി. ഇപ്പോൾ എല്ലാവരും വാണ്ടറിങ് ജൂ ചെടിയൊക്കെ ഉപേക്ഷിച്ച് ഇത് കണ്ടില്ലേ, ഇതുപോലെ മുഴുവനും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണ്ടുകൾ കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കുത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയ കുറച്ച് തണ്ട് കൂടി കുത്തി കൊടുക്കാം. നീളമുള്ള തണ്ടുണ്ടെങ്കിൽ അത് കുത്തിയാൽ മതി. എൻ്റെ കയ്യിൽ നീളമുള്ള തണ്ട് തീർന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ തണ്ടുകൾ കുത്തി കൊടുക്കുന്നത്. ഈ തണ്ടൊക്കെ മുഴുവനായിട്ട് നീളം
നീളത്തിൽ കിളുത്ത് വരുമ്പോൾ നല്ല ഒരു ബുഷി പോട്ട് പോലെ ആകുകയും ചെയ്യും. നല്ല ഭംഗിയായിരിക്കുമേ കാണാൻ. ഈ വാണ്ടറിങ് ചൂച്ചെടിയുടെ ഇല തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അത് മുഴുവനായിട്ടും നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമേ. നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ ചട്ടിയോ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനേ. മുകളിൽ നിന്നും താഴോട്ട് വാണ്ടറിങ് ചെടി വള്ളി പോലെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെപ്പോഴും വാണ്ടറിങ് ചെടിയെ ബുഷിയാക്കി നിർത്തുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വള്ളിയാക്കി ഇതുവരെ ചെയ്തിട്ടില്ലേ. ഇതിപ്പം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വാണ്ടറിങ് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പവുമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.